ഒരു കപ്പ് റവ ഉപയോഗിച്ചുകൊണ്ട് വൈകിട്ട് ചായക്ക് ഇഡ്ലിത്തട്ടില് ഇതേപോലെ ആവിയിൽ വെച്ച് റെഡിയാക്കി എടുക്കുന്ന നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പി കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് മാവ് ഒന്ന് റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവയാട്ടോ എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ശരിക്കും ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് പൊങ്ങി ഒന്ന് സോഫ്റ്റ് ആയി വരാനായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ റവയൊക്കെ അടിച്ചതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അതിനുശേഷം ചുറ്റും നെയ്യ് പറ്റിയ ഒരു മോൾഡിലേക്ക് നമ്മുടെ മിക്സ് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്നട്ട് വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഇഡ്ഡലി പാത്രത്തിൽ ഒരു 15-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവിയേറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടത് നന്നായിട്ട് തന്നെ പൊങ്ങി ശരിക്കും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നല്ലോണം തണുത്ത് കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചായയുടെയൊക്കെ കൂടെ വൈകിട്ട് പഞ്ഞി പോലുള്ള നമ്മുടെ അപ്പം ഉണ്ടാക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണം.